അങ്ങനെ ഗൈസ് നമ്മുടെ ഇബ്രാഹിമിന് നമ്മള് കണ്ണോർക്കേ എന്റെ കൊയ്ന്തും കാര്യങ്ങളും ആദ്യം മാറ്റി അനക്കാൻ വേറെ തരാം. അങ്ങനെ ഗൈസ് അപ്പൊ നമ്മുടെ ജിബ്രാനും ഇനായക്കുള്ള സൈക്കിളാണ് കേട്ടോ. ഇത് ജിബ്രാനും ഇനായക്കും കേട്ടോ. നിങ്ങൾ അംഗനവാടിക്ക് ഇതുമ്പോ പോയിക്കൊണ്ടിട്ടാ കുറച്ച് ഉറക്കൊന്നും ഒളിച്ചിട്ടോ. എന്താ അപ്പൊ എന്റെ പഴയ സൈക്കിള് നമുക്ക് നന്നാക്കാം ഒരു ദിവസം. നാളെ സമയം ഉണ്ടാവൂല, മറ്റന്നാ നന്നാക്കാം. ഹാപ്പി അങ്ങനെ ഗായ്സ് അങ്ങനെ ഇതാ കുഞ്ഞോളും കുട്ടികളും എങ്ങോട്ടാണ് പോകാൻ ഒരുങ്ങിയിട്ടുള്ളത്? എന്ത് കുട്ടീനെ കാണാൻ. അതെ, കുഞ്ഞോളൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ കുപ്പായൊക്കെ ഇട്ടുകാണ്ട്. പക്ഷെ ഒരു സർപ്രൈസ് ഉണ്ട് കുട്ടികളെ. ഒയന്നോ, നിങ്ങളെല്ലാവരും ഒയന്നിരിക്കുകയാണ്. അവിടെ ഇപ്പൊ എത്ര സമയം? എന്നോട് ഞാൻ എപ്പോ ഒരുങ്ങാൻ പറഞ്ഞതാ? 5:20. ആ, അവർക്ക് 1 മണിക്കൂറിന്റെ അടുത്ത് യാത്ര ഉണ്ട്. 6 മണി വരെ ഉള്ള അവിടെ അല്ല കൂട്ടി. അങ്ങനെ ഉണ്ടോ? ഞാൻ ഇപ്പൊ വിളിച്ചിനി. അപ്പൊ അത് നേരത്തെ പറഞ്ഞിട്ടില്ലേ? പോയിക്കണേ ഷമദീനി ഷാഹദൊക്കെ ഒന്ന് പോയിക്കണേ. നമ്മള് മാത്രമുള്ള ഇനി പോകാത്ത ഇനി അങ്ങനെയാണ് ഈ പ്രസവിപ്പിച്ചൂല അറിയാം. ഓന് നമ്മള് പ്രസവിച്ചിന്റെ പിറ്റേന്ന് തന്നെ വന്നിക്കണേ, ഹോസ്പിറ്റലിലേക്ക് വന്നിക്കണോ എനിക്ക്. നാളെ എല്ലാരും അങ്ങനെയാണ് വന്നിക്കണ. ഓല അന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നിക്കാണ്ട് എന്താ അങ്ങനെയാണ്. അതാണത് ഓലെ അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യല്ലേ. എന്നാ കുഞ്ഞോളെ ഊരിട്ടിട്ടെടുത്തൂടെ അതന്നെ നാളെ ബ്ലോഗിൽ ഇപ്പൊ ഒരാളെ കണ്ടേച്ചാണ് പിന്നെ അങ്ങനെയല്ല. കുഞ്ഞോക്ക എന്നെ ഉള്ളു അറിയ പിന്നെ കമന്റ് വാതിൽ തുറന്ന ഞാൻ ഇപ്പൊ തല്ലും. അതിനെ അവിടെ 6 മണി വരെയുള്ള ആളെ കയറ്റുള്ളൂ. ഇപ്പൊ എത്രയേറെ 5:45. നിങ്ങളെ സ്കൂൾ വിടാൻ കാത്തു നിന്നതാണ് ഇപ്പൊ അയച്ചത്. ഓലെ കൊണ്ടുപോകാതെ പോവുകയെ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഓല് വരുമ്പോ തന്നെ ഓലെ അവിടുന്ന് തന്നെ വണ്ടി കയറ്റിട്ട് കൊണ്ടുപോകും. ആ കുട്ടിനെ കൈ ആ വാതിൽ തുറന്ന നല്ലോണം കിട്ടും. അല്ല ഞാനേക്കാരില്ല ഫുള്ള് നേരം വൈകിട്ട് എന്റെ മേത്ത് കിട്ടണം. 5 മണിന്റെ മുന്നേ വന്നിട്ടില്ലേ? അപ്പൊ ഞങ്ങൾ മാറ്റിക്കണേ, ഞങ്ങളതൊക്കെ മാറ്റിക്കണം. അപ്പോഴും നിങ്ങൾ നീച്ചണുള്ളൂ. തലമല ഇത് മൈക്ക് ഞാൻ ഇവിടെ വെച്ചിക്കണേ. കാരണം കുപ്പായിടാത്തോണ്ടേ ഇത് വെക്കാൻ സ്ഥലം വേണ്ടേ. അപ്പൊ ഇങ്ങനെ തൊപ്പിന്ന് വെച്ചിക്കണേ. എന്തിന്? എന്റെ തൊപ്പി ഉണ്ടല്ലോ എനിക്ക്, പിന്നെ എന്തിനാ? എന്റെ പൈസ കൊടുത്തു വാങ്ങിയ തൊപ്പി എന്റെ അടുത്തുണ്ടല്ലോ, പിന്നെ എന്തിനാ? അയ്യോ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങി തന്നല്ല. ടിഷ്യൂ ബേബി ഒക്കെ കണ്ടില്ല നിങ്ങള്? എല്ലാരും വെള്ളട്ട പൂള് കറുത്ത്. ഓക്കെ, അങ്ങനെ ഒരു സ്വഭാവ. നാവാട്ടുണ്ട്. ആ മൂന്നിയെ കുത്തി പൂക്കണോ ചോദിക്കച്ചി ട്ടോ. ടിഷ്യൂ ബേബി ഷൂ ഒക്കെ ഇട്ടിട്ട് ഗൈസ്. നയാ അതിനെ മാതല്ലേ ടിഷ്യൂ ബേബിയെ, മാതല്ലേ. എന്ത് എവിടേക്ക്? നമുക്ക് എന്നാ ചായ കുടിക്കാൻ പോവാം. ജിണ്ടല്ലേ? ഇനി നമുക്കേ നിങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് ഇന്നലത്തെ മാതിരി മുറ്റത്തിരുന്നാണ്ട് ചായ കുടിക്കാം.
ആ പുറത്തേക്ക് പോകാൻ പോണില്ല. ആ നിങ്ങൾക്ക് എന്നും കഴിഞ്ഞ് നാളെ അപ്പൊ പോണില്ല, ഇജ്ജ് പോരുന്നില്ല നാളെ നൗഫലിന്റെ കുട്ടിയുടെ അടുത്തേക്ക് ഉണ്ടല്ലേ? അത് പറയാ എന്ത് നല്ലോണം കിട്ടോ അത് കുഞ്ഞിൻ്റെ അടുത്ത് അപ്പൊ ഒന്ന് പിടുത്തം മുട്ടാനേ. അപ്പൊ ഗൈസ് ഇങ്ങനത്തെ കഴികളൊന്നും ഞാൻ അനുവദിക്കൂല കേട്ടോ. എനിക്ക് ഞാൻ നല്ലോണം പൊട്ടിക്കും. എന്റെ സ്വഭാവം അറിയില്ലേ? എന്തിനാണ് വിളിച്ചോ പറയേ? എന്തിനാണ് അറിയണേ? കുറച്ച് ഉറക്കൊന്നും വിളിച്ചിട്ടോ. എന്റെ കൈ കുടുങ്ങിയാൽ നല്ലോണം കിട്ടും. കൈ അതിൻ്റെ ഉള്ളിൽ കൂടി നല്ലോണം കിട്ടുമെങ്കിൽ എന്നാലോചിച്ചിട്ട് അകത്ത് കഴിക്കാ. നല്ലോണം തരാം കേട്ടോ, നല്ലോണം തരാം ഔതന് കേട്ടോ. ഔതേ ഗൈസ് അപ്പോലെ നമ്മളെ ഇബ്രും അബ്രും ജുബ്രും മൂന്നാളും മാറ്റി നിർത്തിയതേ. ഇനി മാറ്റിയാണ് എന്താ ടീ വാതിലാണ് പൊളിച്ചണേ. മൂന്നാളും മാറ്റി നിൽക്കേനെ ഓലെ മൂന്നാളും ഞാനങ്ങോട്ട് വണ്ടി കയറ്റി. അതുണ്ടായത് ഓലെ മൂന്നാളും ഞാൻ പറ്റിച്ചു. പോണില്ലാറങ്ങാണ്ട് സംഗതി പോകാൻ പറ്റൂല. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് വേറൊരു സർപ്രൈസ് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വലിയൊരു പ്ലാനും കൂടി ഉണ്ട്. അപ്പോൾ അത് നോക്കട്ടെ കേട്ടോ. ആദ്യം കിട്ടുക നോക്കട്ടെ. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇവരും സൈക്കിൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സൈക്കിൾ വാങ്ങിയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നടക്കുമോ നോക്കട്ടെ. ഉറപ്പൊന്നുമില്ല ഇത് എത്രത്തോളം വർക്കിംഗ് ആവുന്നല്ലോ. ഒന്നാമത് നേരം കുറേ അയക്കണേ. അപ്പം ഇനി രാത്രി ആയതുകൊണ്ട് എന്താവുന്നൊന്നും അറിയില്ലല്ലോ. എന്നാലും നോക്കട്ടെ കേട്ടോ. സൈക്കിൾ വാങ്ങിക്കൊടുത്തോട്ടെ. പക്ഷെ സൈക്കിളിപ്പോൾ വാങ്ങിക്കൊടുത്താൽ ഒരു ഇതിൽ കൂടെ ഉരുട്ടാന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ റോഡ് കണ്ടില്ല ഞങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ ആ റോഡിൽ പോകണ പേടിയാണ്. അതിലെ വണ്ടികളും ഉണ്ടാവും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ചൊറകളുണ്ട് ഇപ്പോൾ ഇതിന്. എന്തായാലും അവിടെ ആണെങ്കിൽ ഇപ്പോൾ ആ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ആ കാറോടെ എടുത്ത് മാറ്റി വെച്ച് കൊടുത്താൽ മതി. ഏതായാലും പോയോക്കട്ടെ ഗൈസ്. നമ്മൾ ഇബ്രാഹിമിനൊരു സൈക്കിൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് വേണം. ഞാൻ നല്ലോണം ഒലിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അബ്രും പെരുന്നൊലിയാണ് അവിടെ. അപ്പോൾ അബ്രൂനും ജിബ്രാനും ഉള്ളത് നമ്മൾ നാളെ ഓല ഇന്നത്തെ എന്താണ് ഓല മൈൻഡ് എന്നില്ല കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണുള്ളൂ. ഓൽക്ക് രണ്ടാക്കുള്ള കൊടുക്കണം കേട്ടോ. കാറ്റടി പമ്പൊക്കെ ഫ്രീ ഉണ്ടാവുമോ? അന്ന് ഞാൻ പേരേന്ന് അടിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പമ്പുണ്ട്, അതേപോലെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാറ്റ് വേണമെങ്കിൽ ഞാൻ പേരേന്ന് അടിച്ചുകൊണ്ടിരുന്ന ഹെൽമെറ്റൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതോടെ എന്താ വെച്ചാൽ മെച്ചം എന്താ വെച്ചാൽ കുട്ടികൾ വണ്ടിമെന്ന് വീണാൽ വലിയ തടിമക്ക് ക്ഷീണം ചെയ്യൂല. അങ്ങനെ ഗൈസ് നമ്മളെ ഇബ്രൂവിനുള്ള സൈക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്കൂട്ടർമൺ കെട്ടിയിട്ട് കൊണ്ടാളുള്ളൊരു പരിപാടിയിലാണ്. ഇനിയിപ്പോൾ അത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണും. ചിലപ്പോൾ ചെറുക്കം ഇങ്ങോട്ട് പോയപ്പോൾ നല്ല നൊലോളി ഒളിച്ചാണ്. നിങ്ങളെ പേരെവിടെ? മാളിയേക്കലോ? ഓനെ ഒരു സൈക്കിൾ ഇതിന് മുന്നേ വാങ്ങീനി. അത് ഇവിടുന്നല്ല, അത് തന്തപ്പുടി ഇവിടുന്ന് വാങ്ങിയതാ. പക്ഷെ അത് പിന്നെ ആകെ പെട്ടെന്ന് കംപ്ലൈന്റ് ആയി. അതിന്റെ ഇതേപോലെ ചെയിൻ ഇങ്ങനെ അതിന് ലാസ്റ്റ് ഒരു മൂലൊക്കെ ഇട്ട് ലാസ്റ്റ് മഴ കൊണ്ട് തുരും പിടിച്ച് പിന്നെ നായിക്കൊന്നായിരിക്കില്ല. അതെ അല്ലേ? വരുമ്പോ അത് ചെറിയ പണി ഉണ്ടാവുള്ളൂ. ഇവിടെ കൊടുക്കുന്ന വേഗം കഴിയും. ഓനോട് അത് ശരിയാക്കി തന്നാ മതി ഇറക്കിയത്. പുതിയ വാങ്ങണ വർത്താനൊന്നും അവനെ അറിയില്ല.
അങ്ങനെ ഗായ്സ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീടിൻ്റെ മണിമുറ്റത്തെത്തിയിരിക്കുകയാണ് ഗായ്സ്. സാധനം അവിടെ ഉണ്ട് കേട്ടോ. ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കണം. കുത്തിവെക്കണം അത് ഒരു 5 മിനിറ്റ്. എടേ ജോൾ റാഷിദ വാതിലറക്കാൻ പറഞ്ഞിട്ട് എത്ര നേരായി. അത് ഞാൻ എന്താ കൊണ്ടുവരാൻ പറഞ്ഞത്? ആ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഇബ്രാഹിമിന്റെ സങ്കടമൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. പോയപ്പോ ഇബ്രാഹിം നല്ല നൊലോളി ഇനി ഒക്കെ മാറിയില്ലേ? എന്തിപ്പോ മാറി? എന്തേ നൊലോളിച്ചിട്ട് കാര്യം നടക്കണേ? എന്താണ് എന്ത്? ഇങ്ങോട്ട് വാ. രാത്രി ചായ കുടിച്ചാൻ പോകുന്നു. ആരാ പറഞ്ഞേ? അതൊക്കെ ഞാനും വെറുതെ പറയണല്ലേ. എവിടെ ജയ് യാറിങ്ങാണ്ടേ ചുമരുമ ഇതിനെ നല്ലോണം പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും കേട്ടോ. എന്ത് ആയിക്കോട്ടെ. ഞാൻ അവിടെ തറവാട്ടിൽ വന്നിട്ട് കുറച്ച് വരക്കും. ടിഷക്കല്ലേലും നമ്മളെ 52 പഞ്ഞെടുക്കൂല്ലേ? ഇങ്ങനെ ചുമരുമ്പ എഴുതിയാലേ ഇനി ഞാൻ എനിക്ക് മേലാൽ ഞാൻ ആ സൈക്കിള് വാങ്ങിത്തരാറിനത് ഒഴിവാക്കൂട്ടോ. ഏത് അതതിനകത്ത് തുരുമ്പ് പിടിച്ചിട്ടില്ലേ? ചെങ്ങലൊക്കെ അല്ലേ കേടുള്ളൂ? വേറെ കുഴപ്പം ചവിട്ടൂലേ? അതിങ്ങട്ട് ആ ചെങ്ങലത്തെ അടുപ്പിച്ച് അതൊന്നിട്ടൊന്ന് ആക്കിയാൽ മതി. അതൊന്നും ഇങ്ങോട്ട് ആക്കിയാൽ മതി. കഴിഞ്ഞു. ഉറപ്പാ? എന്നിട്ട് എന്താ മുമ്പക്ക് പോകുമ്പോൾ ബാക്ക് പോകുമ്പോ സ്റ്റക്കാ നിക്ക. അതും ആകെ 2 ഉറപ്പല്ലേ? അത് ശരിയാക്കി തന്നാ എനിക്കെന്താ തരിക? എന്റെ കുത്തിയിട്ട് മുഴുവൻ പൈസ എന്നും ഉമ്മ തരണോ? സത്യം. ചേച്ചിനോട് എന്ന് സ്നേഹം വേണോ? പഴയ സൈക്കിള് ഞാൻ നന്നായി കൊടുക്കാറക്കണം എനിക്ക് കേട്ടോ. പക്ഷെ അത് നന്നാക്കാൻ പറ്റാവോ? പുതിയ സൈക്കിൾ വാങ്ങാനാണെങ്കിൽ പൈസ ഇല്ല. അപ്പൊ മറ്റേ കാക്ക ഫോൺ വിളിച്ചിട്ട് എടുക്കണു. പക്ഷെ അത് നല്ല സൈക്കിളാണ്. ഓന് പുതിയ വാങ്ങിയത്. ഇനി ആ സൈക്കിള് മഴയത്തിട്ടുകാണ്ട് ഇഞ്ഞോനെ മഴയത്തിട്ട് നാസാക്കോ. റോട്ടിലിട്ടുങ്ങാണ്ട് വണ്ടി കയറിയത് ഓർമ്മ ഉണ്ടോ? കാറ് കയറിയില്ലേ? അങ്ങനെയാണ് അത് പറ്റ കേടന്നത്. അങ്ങനെ ഒന്നുണ്ട് മോനെ. ഞാനത് മറന്നിക്കണേ. സൈക്കിള് നടുവിലിട്ടുകാണ്ട് എന്റെ കാറ് കയറിയില്ലേ? റോട്ട് കൊണ്ടുപോയിട്ടാണ്ട് തോന്നുന്നോടത്ത് ഇട്ട് പോരല്ലേ? അന്ന് ആ കുടുങ്ങിയിട്ടേ വണ്ടിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടേ അതിനൊരു ഉണ്ട് എനിക്ക് കേട്ടോ. ഇപ്പളാ ചോർമ്മ നന്ദി. ഞാൻ തല്ലാൻ മറന്നാണ് എന്നെ. വെറുതെ 3 തൊത്തി ബുക്കാൻ നിക്കണ്ട ജിബ്രാനെ. അടിച്ചെന്നോ? അന്ന് അടിച്ചെന്നോ? അന്നെ ഇല്ല മോനെ. ഞാൻ തച്ചിട്ടില്ലല്ലോ. തച്ചിട്ടില്ല. തച്ചിക്കണ ഔതാ ഔത പിന്നെ കൊയിന്തിലാണ്. ഇതിപ്പോ എന്തിനാ അടിച്ചേ? നിനക്കൊന്നും നിലത്ത് നിക്കാൻ കഴിയൂല? അല്ല അറിയാത്തോണ്ട് ചോദിച്ചാ നിലത്ത് നിക്കാൻ കഴിയൂലേ? എന്ത് അബ്രുവിന്റെ ഇതേമാതിരി കുയിന്താട്ടിയാലും എന്താ ടീച്ചർമാര് കുടുങ്ങൂലേ? അവിടെ പോയി കണ്ട് അതിന് ഓനെ പറഞ്ഞേക്കണ്ടെന്ന് ഞാൻ അപ്പൊ തന്നെ അറിഞ്ഞു. ഓൻ അന്തം വെച്ചിട്ടില്ല.
ചെറിയ ഈ പൈസ കൊടുത്തില്ലേ അന്റെ എന്താ അപ്പൊ എന്റെ പഴയ സൈക്കിള് നമുക്ക് നന്നാക്കാം ഒരു ദിവസം. നാളെ സമയം ഉണ്ടാവൂല, മറ്റന്നാ നന്നാക്കാം. ഹാപ്പി എന്ത് അനക്കും അബ്രുവിനും നിങ്ങൾ സ്വഭാവം നന്നാക്കിയാല് അടുത്ത ആഴ്ച സ്കൂൾക്ക് പോകാനാകുമ്പോഴത്തേനും വാങ്ങിത്തരും. ഓക്കെ? ആ വേണ്ടല്ലോ, അപ്പൊ വേണ്ട. അപ്പൊ ഓൽക്ക് വേണ്ട പോലെ ആദ്യം ചെയ്യൊന്ന് വലുതാവ്. അനക്കും വാങ്ങിത്തരും കേട്ടോ, അനക്കാക്കൂ കേട്ടോ. എന്റെ പ്രജനോട് ഇന്ന് തന്നെ വന്നിട്ട് സൈക്കിൾ വാങ്ങിത്തരാൻ പറയാം കേട്ടോ. ഇപ്പൊ തന്നെ നല്ലോളി തുടങ്ങിക്കോ അപ്പൊ തന്നെ നല്ലോളി തുടങ്ങിക്കോ. അനുനോട് നാളെ ഒരു സൈക്കിൾ വാങ്ങാൻ പറയണം കേട്ടോ. ഇനി ഓക്കെ ആ മറ്റേ മുട്ടായി ഇല്ലേ, ചെറിയ സൈക്കിൾ മുട്ടായി, അതായാലും മതി. അനക്കും വാങ്ങി തരാം കേട്ടോ സൈക്കിൾ മുട്ടായി. അബ്രൂനൊന്നുമില്ല. ഓന് സൈക്കിളും ഇല്ല, സൈക്കിളും ഇല്ല, ടൂറും ഇല്ല. ഓന്റെ ഒക്കെ ഓന്റെ ആ കുയിന്ത മൂന്തണ്ടല്ലോ, ആ മൂന്തക്കാണ് ചെറിക്കൊന്ന് കുത്തണ്ടത്. ആ മൂന്തക്ക് ഓളാ മൂന്തോക്കാണ്. ഓൾ ഇന്ന് നൗഫലിന്റെ കുട്ടിനെ കാണാൻ ഇന്നത്തെ പോക്ക് മുടങ്ങിയിട്ട് എന്ത് ഇല്ല അതെന്ത് എന്താ ചെയ്തിക്കണോ ചെയ്തിക്കണോ ബർത്ത്ഡേക്കില്ലേ കുട്ടിക്കറിയാക്കി. അങ്ങനെ ഗൈസ് നമ്മളെ സൈക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഇബ്രേ അതിൻ്റെ ഇടയിൽ ജിബ്രാന ജനൽ കൂടെ പോലെയൊക്കെയാണ് എന്തൊക്കെയാ പറഞ്ഞേക്കണേ. ഇബ്രുവിന് മനസ്സിലായിക്കണോന്ന് അറിയില്ല കേട്ടോ. കുഞ്ഞോളെ കുഞ്ഞോൾ റാഷിദാ ജേടെ ഇബ്രുവിനെ കണ്ണ് ഒത്തിയാണ്ട് കൊണ്ടുവന്ന കേട്ട്. മാറിക്കുമാർ കൈ കൊണ്ട് പൊത്തിയാ ശരി. ജിബ്രുവിനെ കണ്ണ് പൊത്തി കൊണ്ടുവരാൻ പറയുന്നത്. ആ ജിബ്രാനാണെങ്കിൽ ജിബ്രാനാണ് ഭയങ്കര പ്രശ്നം. ഒരു നിലക്കൊരു സർപ്രൈസ് കൊടുക്കാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കള്ള നമുക്ക് നോക്കിയേക്കും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാണ്ട് സ്കൂട്ടിൻ്റെ മണ്ടി പാഞ്ഞ് പറഞ്ഞിറക്കണം. അവനിത് പറയായിട്ടൊരു സുഖമല്ലേ, അത് വലിയ കോമഡി. റാഷിദ ജിമുണ്ടല്ലേ ജിബ്രാൻ ജിബ്രാനെ കൊണ്ട് ചില്ലറ. ജിബ്രാനെ മുണ്ടല്ലേ, മുണ്ടരുത്തിട്ടോ. റാഷിദ ഇവിടെ വാ അജ്ജു വാ.
റാഷിദ് എവിടെ വാ. ചിഞ്ചു ആ തട്ടിട്ടള. ഇബ്രുവിന്റെ കണ്ണും ഇത് കെട്ടിക്കൊണ്ട് നിൽക്കണം അവിടെ. അങ്ങനെ ഗൈസ് നമ്മുടെ ഇബ്രാഹിമിന് നമ്മള് ഒരു ബോക്സും അതുപോലെ തന്നെ സ്കൂളിലേക്കുള്ള ഒരു ഡ്രോയിങ് ബുക്ക്. ഈ ഡ്രോയിങ് ബുക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമുക്ക് എത്ര കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഡ്രോയിങ് ബുക്കാണ്. ഒപ്പം 4 ആൾക്ക് എഴുതാൻ പറ്റുന്ന ഡ്രോയിങ് ബുക്കാണ്. അപ്പൊ ഇബ്രോ എന്നോട് പറയാനല്ലോ എന്താ അറിയോ, ഈ ഡ്രോയിങ് ബുക്കില് വെറുതെ കുത്തി വരക്കരുത്, മനസ്സിലായോ? പിന്നെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ വരക്കാൻ കൊടുക്കണം. 4 ആൾക്ക് ഒപ്പം ചിത്രം വരക്കാം. 4 ഭാഗത്തേക്കാണ് ഇതിന്റെ പേജ് വരിക. കുറച്ച് ബാക്ക് കേക്ക്. കളറും ഉണ്ട്. ഓക്കെ, ഞാൻ ബുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വേദിയിലേക്ക് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വിട്ടിർത്തണോ? ആ വിട്ടിർത്തിക്കോ. ആ കണ്ണ് ഞാൻ പറയുമ്പോ തുറക്കട്ടോ. ഇവിടക്ക് നിന്ന് കണ്ട് തുറന്ന ഇവിടക്ക് നിന്ന് കണ്ട്. ആ റെഡി 1 2 3 സ്റ്റാർട്ട്. കണ്ണോർക്കേ. എപ്പടി സർപ്രൈസ്. മറ്റൊരാൾ പോയി നോക്കണ്ട. എവിടെ അടുത്തത് എവിടെ? വൈകുന്നേരം കയ്യൊന്തിക്ക്. വൈകുന്നേരൊന്ന് 2 കയ്യൊന്തിച്ചു. വൈകുന്നേരം കയ്യൊന്തിച്ചു. ഞാൻ കയ്യടിച്ച് പ്രോത്സാഹം. കയ്യൊന്തിച്ചടാ. അവർ കയ്യൊന്തിച്ച്. എങ്ങനെയുണ്ട്? ചവിട്ടാനറിയ എനിക്ക്. മറിയിട്ടോ ഞാനിപ്പോ ചട്ടണ്ട. എനിക്ക് ആദ്യം പോകാനാ പഠിച്ചിട്ടൊക്കെ. മതി അറിയിക്കോ. ജുന്തി നടന്നാ മതിട്ടോ. അനക്കോ കഴിയൂല. ഓനോ കഴിയൂലേ. നീ ക്യാമറ എടുക്കും. ലൈറ്റുകളൊക്കെ ഇട്ടതാ. എല്ലാ സ്വിച്ചും മറ്റേ അപ്പുറമുള്ള സ്വിച്ച് ആദ്യം ബാക്ക് ചോട്ടിക്ക. പഠിച്ചിട്ടില്ലേ? എനിക്ക് കാലെത്തണില്ലല്ലോ. എത്തുണ്ടോ? റൂമിക്കോ? കടയിൽ നിന്ന് വാങ്ങിയതാ. മതി. കയറി വെക്കണോ? എന്നിട്ട് ഇനായട്ടോ. അതിന് ഇജ്ജ് കുയിന്തല്ലേ? ഇന്ന് ഫുള്ള് കുയിന്തല്ലേ? ഇന്ന് ആ മൈക്ക എന്തിനാ അറിയാ? കുട്ടിനെ അടുത്ത് കൊടുത്തള. അപ്പളേ വേണോ? കുയിന്തല്ലേ? എന്റെ കൊയ്ന്തും കാര്യങ്ങളും ആദ്യം മാറ്റി. മൂന്നാക്കും ചോട്ട. ഇതേ ഇബ്രുക്കാക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് അന്യം പഠിപ്പിച്ചു. മൂന്നാളും പഠിച്ചണം. മറന്ന ഇറങ്ങിക്കഴിഞ്ഞായ എന്ത് ഇവിടെ പിടിച്ച് 2 കൈ മൂപ്പാപ്പാനെ വിട്. ഓ കൈത്തെ പൈസ വാങ്ങിക്കാന് ഇതടിക്കാദ്യോ. ഇവിടെ പിടിച്ച്
പോട്ടെ. അതിന് ചന്തിയൊന്നും കുത്തിയിട്ടില്ലേ? ഞാൻ ഇതീ നോക്കിക്ക. എങ്ങനുണ്ട്? സൂപ്പർ. ഇഷ്ടായോ? മേ എന്നോട് കൊയിന്ത് കാട്ടിയാലും ആരും കഴിച്ചില്ലായ ചരിത്രമല്ല, മനസ്സിലായോ? എന്നോട് കൊയിന്ത് കാട്ടിക്കണമെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്യും? അല്ല കുഞ്ഞോളെ, അതിലെന്താ എനിക്ക് പറയാല്ലേ? എനിക്ക് ഇജ്ജ് കൊയിന്തും പോരും കാട്ടി. ഇബ്രാഹിം അങ്ങനെ ചവിട്ടാൻ ചായറ്റില്ലേ? ഞാൻ അവിടെ പുറത്തൊരു കത്രിക വെച്ചിരിക്കണം, അടുത്തുകൊണ്ടെന്നാ അവ കൊണ്ടുവന്നോളൂ. അപ്പം അതൊക്കെ പായണ്ട കേട്ടോ. അപ്പം നിങ്ങൾക്ക് 3 ആൾക്കും കൂടിയാണത്. ഓക്കെ, എന്നിട്ട് പഠിപ്പിച്ച അവിടെ നിർത്തിക്ക സൈക്കിള്. ഇത് പിടിച്ചാ, മൈക്ക് പിടിച്ച, സ്റ്റാൻഡ് അടിക്ക. എന്നാ ഇത് നമ്മൾ അബ്രുവിന് കൊടുക്കും കേട്ടോ. ഈ ഇത് പൊട്ടിച്ചണ സാധനം എന്നാ അത് പൊട്ടിച്ചാൻ കൊടുത്ത ഇങ്ങനെ പൊട്ടിച്ചോട്ടെ. അതല്ലേ കാണിച്ചു കൊടുക്ക. ഗ്യാസ് ഓഫ് അവിടെ ഇങ്ങനെ ലീക്ക് ഉണ്ടേന്, മണണ്ടേ. ഞാൻ കുറെ തിരിച്ചൊക്കെ നോക്കി ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മുടെ അബ്രു സൈക്കിള് പഠിക്കാൻ നിന്നു കേട്ടോ. കുറച്ചേരൊക്കെ പഠിച്ചാൻ നോക്കിയാ. സൈക്കിൾ പൊട്ടിയോ? ഇബ്ര പഠിച്ചോ? നാളെ പഠിച്ചുല്ലേ? നാളെ വിളിച്ചോണ്ടോ? സൈക്കിൾ പഠിച്ചിട്ട് വാങ്ങി തരണ്ട കേട്ടോ. എന്ത് നല്ലോളി മാറ്റണേ. ആയിരിക്കും എനിക്കോ? ഓൻ പഠിച്ചല്ലേ? ഇതുവരെ തൂണുമെന്ന് മാറാത്തൊരു കുട്ടിയാണ് കേട്ടോ. അതായത് ഒരു 2-3 മണിക്കൂർ ഈ നൃത്തം നിൽക്കുന്ന പറഞ്ഞത് അല്ലേ അബ്രോ? അല്ലേ, ഈ ഒരു നൃത്തം നിൽക്കുന്ന പറഞ്ഞത്. കറണ്ട് പോയേക്കേനി പിന്നെ ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളെ സൈക്കിൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലെത്തിയപ്പോൾ കൂട്ടുന്നലോളിയായി. അബ്രു ജിബ്രാനൊക്കെ പെരുന്നലോളി. അപ്പോൾ ഞാനേ അബ്രു കണ്ടില്ല നിങ്ങൾ ആ തൂണുമ്മച്ചാരി ഇങ്ങനെ നൊലോളിച്ച് ഉത്തരക്കണ്. അപ്പോൾ ഓനെയും കൂടെ ഒന്ന് സർപ്രൈസ് ആക്കാന്ന് കരുതി, ഓനെയും ജിബ്രാനെയും പാടെ. അപ്പോൾ ഓർക്ക് 2 കൂടെ ഒന്നാണ് വാങ്ങിക്കൊടുത്താലേ പിന്നെ ഉള്ള ഇനായാണ്. ഇനായും ജിബ്രാനൊക്കെ പിന്നെ അങ്ങനെ ഒന്നുമ്പോൾ നടന്നു ഒക്കെ പാടെ ആകുമ്പോഴേ താങ്ങൂല ഗായ്സ്. ഇനി നിർബന്ധം പിടിച്ചാണെങ്കിൽ നമ്മൾ അനുവിൻ്റെ അടുത്ത് നിന്ന് കായ് വാങ്ങിയാണ്ട് നാളെ തന്നെ ഓളെ നൊലൊളിപ്പിച്ചാണ്ട് വാങ്ങിച്ചും വേണം കേട്ടോ. അത് വേറെ കാര്യം. പക്ഷെ ഓൾക്ക് പിന്നെ അവിടെ കലോക്ക് പിന്നെ ചെറിയ സൈക്കിളൊക്കെ പറ്റുള്ളൂ, പെൺകുട്ടി ആയതുകൊണ്ട്. പിന്നെ അവിടെ ജിബ്രാനും അബ്രും ഉണ്ടാകുമ്പോൾ തന്നെ ഓലുന്തി നടന്നോളൂ അവിടെ. ഇകളച്ച ഒന്ന് മറ്റേ സീറ്റിലും വെക്കല്ലേ. അറിയല്ലോ 2 സീറ്റിൽ ജനങ്ങൾ ഉണ്ടാവും. 2 സീറ്റില് 2 പക്ക സീറ്റ് സീറ്റുകൾ മടക്കണോ? എന്നാ സാറായി മടക്കാൻ പറ്റുന്നെങ്കിൽ നല്ലതായിരിക്കും. നടക്കാൻ
ഗൈസ് അങ്ങനെ ഒരു ദിവസം തന്നെ 3 സൈക്കിള് കഴിയണപ്പോണ്. ചിലപ്പോ ചെറുത് തന്നെ ഈ ചെറുത് ഞാൻ പോയിട്ടോ. ആയിക്കോട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ ചായക്ക് കടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നത് പിടിച്ചടാ. സമൂസ ഉണ്ടേ കൊടുത്താ. മഴ പേരും പൊങ്ങം വെള്ളമാണ് റോട്ട് കൂടെ ഒക്കെ. റെഡ് അലേർട്ടാണ് ഇന്ന് രാത്രി. നാളെ അല്ല ഇന്ന്. ആകെ വെള്ളം കയറിയിരിക്കുന്നു വാണിമ്പലത്തിൽ കൂടെ ഒക്കെ. ഞാൻ വേഗം സമൂസ വാങ്ങിക്കോട്ടെ. നല്ല ചിക്കൻ സമൂസ ഉണ്ട്. എടാ ഈ ബസ് ഇത് നനയാൻ പാടില്ലല്ലോ. നനഞ്ഞു കഴിഞ്ഞാല് ചെങ്ങല ഇന്നാളത്തെ തുരുമ്പ് പിടിച്ചു കേട്ടോ. എന്നോട് ഞാൻ അതിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ ആ ഭാഗത്ത് കൊണ്ടേക്കാൻ പറഞ്ഞല്ലേ. അത് തുടക്കണം കേട്ടോ. മഴ ചോർന്നിട്ട് എന്നിട്ട് അടുക്കള ഭാഗത്ത് കൊണ്ടേക്കണം കേട്ടോ. അത് മറിച്ചിടല്ലേ ഇനി. അതെന്താ എനിക്ക് സൈക്കിള് വേണ്ടായിരുന്നോ? ഉള്ളിൽ കൂടെ ചവിട്ടണ്ട. ഉള്ളിൽ കൂടെ ചവിട്ടി പഠിച്ച ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ കൊണ്ടുവന്നതാണ് ഉള്ളിക്ക്. അല്ല സൈക്കിൾ ആരെങ്കിലും ഉള്ളിൽ കൂടെ ചവിട്ടും. ആ ടൈൽസ് പൊട്ടാൻ അവിടെ വീണ ആ ടൈൽസ് ഒക്കെ പൊട്ടൂല. ആ കമ്പ്യൂട്ടർ ഇതൊക്കെ പൊട്ടനെ എന്നുവെച്ച് പുറത്ത് ചവിട്ടുണ്ട് കേട്ടോ. തല പൊട്ടു കേട്ടോ. വീണു ചെയ്തോ? സത്യം പറഞ്ഞോ? ഇജ്ജെത്തിനാണ് ഇങ്ങനെ നിക്കണത്? അപ്പൊ ഓൻ്റെതല്ലേ? എനക്കടുത്ത് തരികാറ്. എന്താ ഊരി കണ്ടോ? എന്താ അപ്പൊ ഓനക്ക് വേണ്ടേ? തന്നെ വേണ്ടാറിയ ചേച്ചി? കുഞ്ഞോളെ ചായ എടുക്കാൻ പറഞ്ഞ അതെന്താണ് അടച്ചാണ്ട് സമൂസ ഇതാക്കാൻ പറഞ്ഞ അമ്മച്ചിനോട്. എടാ ഉദാ സൈക്കിൾ വന്നിട്ട് പോന്നാ. എന്തേ അനക്ക്? വലുതായിട്ട് വാങ്ങി തരണ്ട്. ഇപ്പൊ ചെയ്യുമ്പോ ചവിട്ട ബുക്കുള്ളൂ കേട്ടോ. അബ്രൂന് കൊടുക്കേണ്ടി വരും. എന്തേ പള്ളി പോകാൻ പോരെ? ബാറ്ററിയോ? ബാറ്ററി വാങ്ങി തരണ്ട്. മറന്നിട്ട് ഞാൻ. എനിക്ക് വേണം ബാറ്ററി. എടീന്റെ കുട്ടിക്ക് സമൂസ കൊടുത്താ ഞമ്മക്ക് നാളെയൊക്കെ ലൈവ്. എന്ത് എന്തേ നല്ല ചൂട് സമൂസ കേട്ടോ. ഞാൻ അപ്ലൈ പറഞ്ഞു വാങ്ങി കൊടുക്കണ്ട കൊടുക്കണ്ട. ഈ ജാതി അതിന് നല്ല അമറടി ഡേറ്റാ. എടേ കുഞ്ഞോളെ വാതിൽ തുറന്നാ. ഇബ്രുവിനോടേ ഓന്റെ സൈക്കിള് ഞാൻ കൊണ്ടുപോകണോ ചോദിച്ചോക്ക. കൊണ്ടുപോകണോ? ഇബ്രുക്കാക്കുന്റെ സൈക്കിള് കൊണ്ടുപോകണോ? ജിബ്രാനെ കൊണ്ടുപോകണോ? അബ്രു കൊണ്ടുപോകണോ? എനിക്ക് ഞാൻ വേറെ തരാം. എങ്ങനെയുണ്ട് സർപ്രൈസ്?
അനക്കും ജിബ്രാനോ നിങ്ങക്ക് എന്തിനാ സൈക്കിള് കണ്ടജി എന്റെ കുട്ടി കണ്ടോ ബാലവാടിക്കോ ഇമ്മ ഇവിടെ ഉണ്ട്. അങ്ങനെ ഗൈസ് അപ്പൊ നമ്മുടെ ജിബ്രാനും ഇനായക്കുള്ള സൈക്കിളാണ് കേട്ടോ. ഇത് ജിബ്രാനും ഇനായക്കും കേട്ടോ. നിങ്ങൾ അംഗനവാടിക്ക് ഇതുമ്പോ പോയിക്കോണ്ടിട്ടാ. ആ ഇബ്രാനെ ഇനായ എപ്പ ചോദിച്ചാലും കൊടുക്കണം കേട്ടോ. അബ്രോ ഇനായ എപ്പ ചോദിച്ചാലും കൊടുക്കണം കേട്ടോ. ഇനായ ഇരിക്കട്ടെ ജിബ്രാനെ. ഇനായനെ ഇരുത്തിക്ക. ഇനായ കയറിക്ക. ഇനായ ഇതണക്കാണേ കയറിനായ ഇന ബേബിയെ ഇനായക്ക് അനിക്കാക്ക് വരുമ്പോഴേ ബാംഗ്ലൂരിന്നാ കൊണ്ടുവര സൈക്കിള് അല്ലേ കാക്കുവാ? ഒന്നോട് തന്നെ വരുമ്പോ ഒന്ന് കൊണ്ടുവരാൻ പറയും. എന്ത് ഇന്നെ വാങ്ങാൻ പറഞ്ഞോണ്ട്. അതിന് ഞാൻ ഇതൊന്നും ഇപ്പൊ ഒന്ന് ഓട്ടണ ഓട്ടൂലേ. അക്കഞ്ഞ് നാളെ ഇനായക്കും ജിബ്രാനും ഒന്ന് മതി. ഞാൻ ഇവർക്ക് മൂന്നാക്കും ഒന്ന് മതി എന്നൊക്കെ കരുതീന് അബ്രുവിനെ കൊണ്ട്. ഒറ്റ ഒന്ന് മതി. ഇനി പിന്നെ ഓല് രണ്ടാളും അങ്ങനെ കമ്പനി ആയിക്കാണ്ട് ഓട്ടിക്കോളും. ഇരിക്കറിയാത് അത് പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇവൽക്കൊന്നും ഉണ്ടാവൂല. ഇനി ഞാൻ ഇരുത്തിക്ക. നേരം വിളിച്ചിട്ടുണ്ടല്ലേ ബാഗ് ഇരുത്ത്. ബാ ഇനായ വാ. എന്താ പറഞ്ഞേ? എവിടെ വാണിമ്പലത്തുണ്ടേ. തച്ചങ്കോടുണ്ട്. ഇതിനെത്ര 3 റുപ്യന്റെ മേലുണ്ടാവും. ഓനോട് പറഞ്ഞോക്ക്. നാളെ വാങ്ങിത്തരാം. വർക്ക് ഉണ്ട് നാളെ. എന്തേ സ്നേഹിച്ചതാണോ? അല്ലാതെ ഇത് ഈ തല്ലും കച്ചറിന്നോലോള് ഇതാക്കണ്ടേ? ഓളുണ്ടാവുമ്പോ പറഞ്ഞാൽ ഓൽക്ക് ഇറങ്ങാണ്ട് വാങ്ങി തന്നെയാണ് ജിബ്രാനും ഇനായക്കൊന്ന്. എന്തായാലും ചെറിയ കുട്ടികളാവുമ്പോ രണ്ടാളും ഉപയോഗിക്കലൊക്കെ കണക്ക് തന്നെ. കുഞ്ഞോള് ലൈക്ക് കിട്ടാൻ വേണ്ടിട്ടല്ല കിട്ടും. ടീഷനാലോചിച്ചേ ഇതെങ്ങനെയൊക്കെ തന്നെയാണ് ഈ കമന്റ് ഒക്കെ വരുള്ളൂ. ഞാൻ പിന്നെന്താ പറയാ ജിബ്രാൻ ഏതായാലും ഓളും ജിബ്രാനും അങ്ങനെ കമ്പനി അറിയാം. പിന്നെ ഓള് പെൺകുട്ടിയല്ലേ. ഓക്ക് പിന്നെ അത് കിട്ടിയാലും വലിയ മൂടുണ്ടാവില്ല അയിമക്ക്. ടോയ്സിന്റെ മാത്രല്ലേ ഈ സൈക്കിളാവുമ്പോ തീരെയും പെൺകുട്ടിയാൾക്ക് ഒരു വലിയ ഇതുണ്ടാവില്ല. ഹാപ്പി ഇബ്രാഹിമ വണ്ടി ഫുള്ളൊന്ന് തുടച്ചോളാട്ടോ. ആ കുട്ടീനെ തുടക്കണ അതുകൊണ്ടാ തുടക്കണടാ. ചവിട്ടി ബുഗോ സ്റ്റെപ്പും കൂടെ പോകും. ആ സൈക്കിളൊന്നും ഔത്ത് കയറ്റാൻ പറ്റൂല കേട്ടോ. എല്ലാരും പുറത്ത് അവിടെ ഇതില് മഴ ചോർന്നിട്ട് നേരെ അടുക്കളയിൽ കൊണ്ടുപോയിടുക. അടുക്കള മഴ ഉള്ളാത്ത സ്ഥലല്ലേ. എന്ത് അതല്ലേ മഴ ചോർന്നിട്ട് കളിച്ചറിഞ്ഞല്ലേ നിങ്ങള് റോട്ടിക്കൊന്നും മാറ്റില്ല. ആകെ പകല് അതാ ഗ്യാസും കുറ്റുമലൊക്കെ നിങ്ങൾ തല കുത്തി പൊക്കും. എനിക്ക് ആ സീറ്റ് താത്തിയിട്ട് ഇതാക്കാം. ഇബ്രാഹിമാണ് ഇവിടെ മെയിന്. ഇബ്രാഹിം ഇങ്ങനെ ഓരോ കവറൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കത്രിക നമുക്ക് പൊക്കണ നോക്കട്ടോ.
ഈ സാധനത്തിന്റെ പ്രത്യേകത എന്താ പറയാ ബ്രോ, ഇത് മഴ കൊണ്ട ചെങ്ങല തുരുമ്പ് പിടിച്ചും. പിന്നെ ഇപ്പച്ചിനോട് ഇബ്രൂനെ എനിക്ക് ഓർമ്മയില്ല, ഇബ്രു എന്റെ ചെങ്ങല തുരുമ്പ് പിടിച്ചത് എപ്പോഴാ ചെയ്യണത്? ഇതാകെ ഞാൻ ശരിയായിക്കൊണ്ട് അത് അത്ര അയച്ചാൽ മതി. അത് കിട്ടൂല, അതെ അത് പെയിന്റ് പോകും ചിലപ്പോൾ ചായ്മ കുളത്തിയാണ്ട്. പിന്നെ എൻ്റെ പെച്ചിപ്പ് വരും സൈക്കിൾ കൊണ്ട്. എടാ കത്രിക കൊണ്ട് വെച്ചടാ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ ഈനായക്കും ഇതാക്കുന്ന സൈക്കിൾ അല്പസമയത്തിനകം ഇവിടെ എത്തുന്നതാണ്. അനുവിനോട് ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ട് മടങ്ങുമ്പോ കൊണ്ടുവന്നപ്പോ തന്നെ മറിച്ചു തന്നോ? അതിന് ഓന് പഠിച്ചറിഞ്ഞാലേ ഓനൊക്കെ ഓന് എക്സ്ട്രാ വീലുണ്ടേ. ആടെ ചേട്ടണ്ട ഇബ്രു വെട്ടി തരും. ഇബ്രു എൻ്റെ അത് വെട്ടി കൊടുത്തടാ. ഓൻ ചവിട്ടിക്കോളൂ. അതിന് എക്സ്ട്രാ വീലുണ്ട്, അതുകൊണ്ട് ബുഗണ പേടിയില്ല. പിന്നെ ഇന്ന് തന്നെ ഉള്ളു കേട്ടോ നിങ്ങൾ ഔത്തി കൂടെ ചവിട്ടല്. കുറച്ച് കഴിഞ്ഞാൽ അടുക്കള റോഡിൽ കൂടെ കൊണ്ടുപോയി ഇടുക. ഇതിൽ കൂടെ അടുക്കളയിൽ കൂടെ പുറത്ത് കിട്ടാൽ മതി. പിന്നെ ആരുടെങ്കിലും സൈക്കിൾ മഴ കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓല സൈക്കിൾ കൊണ്ടുപോയി കൊടുക്കും, തൂക്കി വെക്കും കേട്ടോ. മനസ്സിലായക്ക്? ഇങ്ങോട്ട് നോക്ക്. ഔത്ത് കൂടെ സൈക്കിള് കാണ്ട് ചവിട്ടാൻ മാത്രമേ അത് ഇബിലീസിന്റെ പണിയാ കേട്ടോ. സൈക്കിള് വണ്ടിയാണ്, റോട്ടിൽ കൂടെ ഓട്ടുന്ന വണ്ടി. അത് ഇബ്രു കട്ട് ചെയ്ത് കൊടുത്ത നയ ചവിട്ടേണ്ടി വരും കേട്ടോ. കൊണ്ടുവന്നിട്ട് ചവിട്ടണ ലക്ഷ്യം വേണ്ട കാരണമുണ്ടല്ലോ, ഒറ്റ ചവിട്ടേക്കാരട്ടോ. ഇമ്മ കയറി കഴിഞ്ഞായ കയറേ. ജിഞ്ചി ഇബ്രു ഒരു ടീമല്ലേ? അങ്ങനെ ഗായ്സ് നമ്മുടെ ഇനായക്കും ഇതാക്കടെ സൈക്കിൾ വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് നമ്മളെ ഐഡിയ? ഇങ്ങോട്ട് നോക്ക്. ഹാപ്പി ആയോ? കുട്ടിക്ക് മാത്രം കൊണ്ടുവരാതെ കുട്ടിക്ക് പൈസ ഇപ്പച്ചിനെ കൊണ്ടുവന്നാലോ. ഇപ്പച്ചിനെ പൈസ പൊട്ടിച്ചില്ല നമ്മള് 3 എണ്ണമായി പോന്നിട്ട്. ഞാനേ അതല്ലേ ഓനക്ക് ലോക കഞ്ഞി തരണം. ഓനക്ക് ഒരു കുട്ടിനെ നോക്കിയാൽ മതി, അതിനൊന്നും നല്ല പോലെ നോക്കാം. ഞാൻ എന്താണ് ഇതുവരെ വാങ്ങാൻ? 4 ഞാൻ വാങ്ങണം. എന്ത്? ഞാൻ 4 വാങ്ങണം. വാങ്ങാണെങ്കിൽ ഞാൻ വാങ്ങൂല. പക്ഷെ ഞാൻ വാങ്ങും. എന്നിട്ട് എന്നെ കൊണ്ട് വാങ്ങിച്ചില്ലേ. ഇപ്പൊ എന്തായി? എന്റെ പ്രശ്നം തീർന്നില്ലേ? ഗൈസ് നോക്കാണ്. അങ്ങനെ ഞങ്ങളെ എന്താ സമരം ചെയ്ത് ഇതിന് എത്ര കൊടുത്തു? 3,200 200 ചോദിച്ചിനി ഞാൻ കൊടുക്കായില്ല. ഇനായ അപ്പൊ തീ കൂടെ ഉരുട്ടണില്ലേ ജി അകത്തു കൂടെ? നാളെ സൈക്കിൾ വരും വേണ്ടിട്ടോ. അതെന്തേ ഇങ്ങോട്ട് കൊണ്ടൂലേ? പൂത്താപ്പല്ലേ പറഞ്ഞത് എനിക്ക് ഐഡിയ പറഞ്ഞത്. എന്റെ പിച്ച് ലോക വളവനാണേ, പൈസ ചെലവാക്കൂലേ. എന്ത് അത് അഞ്ഞിട്ടേ കാരം. ഇത് നനയണ നോയിക്കൊണ്ട് ഓവറായിട്ട് തുടക്കാൻ പറഞ്ഞാണ്. ചെങ്ങല തുരും പിടിച്ചും വേറെ പ്രശ്നമൊന്നുമില്ല. അത് ന്യൂട്രലാണല്ലോ വണ്ടി, ഡ്രൈവ് മോഡ്ക്ക് മാറിയിട്ടില്ലല്ലേ, ന്യൂട്രൽ തന്നെയാണ് നിൽക്കണേ. തൽക്കാലം ഇവിടെ സൈക്കിൾ കൂടെ ഉറച്ചിക്കോ കേട്ടോ.
ഇതിന് പോകാനെ പറഞ്ഞ് ബൈക്കിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. ദൈവമേ ഇതാ വണ്ടിയുടെ ട്രെയിൻ എന്നൊക്കെ ഓൻ്റെ 5000 ഞാൻ പോയിട്ടാ ഓട്ടോ തട്ടിച്ചല്ലേ മുന്നിൽ കിട്ടണോ പോട്ടെ പതുക്കെ ഇങ്ങനെ പോട്ടെ പോട്ടെ വേണ്ട എന്താണ് എന്ത് നാരങ്ങ വൻ്റെ ഓരോ ഇതില്ലേ ഇവര് നമ്മൾ ചലഞ്ച് അതിനെ ഞാനൊന്ന് പരീക്ഷിച്ചാൽ വേണ്ടി എടുത്തതാണ്. തൊള്ളിയിൽ വെള്ളം വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? അത് പറ്റൂലേ ലൈവിന്? ലൈവിന് പറ്റൂലേ? കൊറേ നേരായി പൂണുക്കളോണ്ടേ ഇടക്ക് പൂണ് വേണ്ടിട്ടാടാ ഇടക്ക് പൂണ് വേണ്ടി വരാ പേടിച്ചരുതേ. ആ അതിപ്പോ ഞാൻ ചെരുപ്പ് വെച്ചേ ആ പെട്ടെരുപ്പ് പെട്ടെ